ഓക്കെ, നമ്മളെ ഐഫോൺ XRൻ്റെ നോ സർവീസിൻ്റെ പാർട്ട് 2 വീഡിയോസാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് നമ്മൾ നോക്കിയത് ചെക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് ലൈനായിരുന്നു നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് ക്ലോക്ക് ലൈനല്ല, നമ്മൾ മെയിനായി ചെക്ക് ചെയ്യുന്നുള്ളത് പവർ സെക്ഷൻ ഓക്കെ ആണോ അല്ലേ എന്നുള്ളതും, അതേപോലെ തന്നെ പവർ പാർട്ട് പറയുമ്പോൾ പവർ ഐസിൻ്റെ അകത്തുനിന്ന് BB-CP പോകുന്നുള്ള ട്രാക്ക് മീൻസ് വോൾട്ടേജ്, പക്ക് വോൾട്ടേജ്, അതേപോലെ തന്നെ LT വോൾട്ടേജ്, ആ ഒരു സെക്ഷന് ഓക്കെ ആണോ അറിയാനുള്ള റീസെറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നുള്ളത് CPU-ൻ്റെ അകത്തുനിന്ന് ആ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ആ പവർ സെക്ഷൻ ഓക്കെ എന്നുള്ളതിനുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിലുള്ള ഒരു സിഗ്നലും കൂടിയാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് സിഗ്നൽ ചെക്ക് ചെയ്യലോട് കൂടി നമുക്ക് പവർ പാർട്ട് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനൊന്ന് ഫോണൊന്ന് ഓൺ ചെയ്യട്ടെ. Oh shit, toss man. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ്. വോൾട്ടേജും സിഗ്നൽസ് to Z കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ്. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ റീസെറ്റ് ലൈനാണ് ചെക്ക് ചെയ്യുന്നുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് റീസെറ്റ്. ഓക്കെ, ഞാൻ ഓൾറെഡി അത് സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, റീസെറ്റ് വർക്കിംഗ് ആണ്. 1.8 വോൾട്ടേജ് വരുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത റീസെറ്റും കൂടി ഞാൻ ഓൾറെഡി സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലും 1.8 വോൾട്ടേജ് വരുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പാർട്ടിൽ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത ചെക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് നമ്മൾ പാർട്ട് 1 ചെക്ക് ചെയ്തത് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ട്രാക്ക്, അതേപോലെ തന്നെ ക്ലോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ RFFE പ്രോട്ടോകോൾ, ഈ സെക്ഷനൊക്കെ കംപ്ലൈൻറ്റ് വന്നാലാണ് ഈ ഒരു പ്രശ്നം വരുന്നുള്ളത്. അപ്പോൾ പവർ പാർട്ട് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ പവർ IC നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ നമ്മൾ ക്ലോക്ക് ലൈൻ ചെക്ക് നമുക്ക് ക്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് പവർ സെക്ഷന് ഓക്കെയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ആദ്യം കൺഫേം ചെയ്ത് പവർ സെക്ഷൻ ഓക്കെയാണ്, 100% പവർ സെക്ഷൻ ഓക്കെ ആണെന്നുള്ളത് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ള പാത്ത് എന്ന് പറയുന്നുള്ളത് ഒന്ന് IC ഓൾറെഡി ഇപ്പോൾ സെറ്റൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബേസ് ബാൻഡ് ഒന്ന് റിമൂവ് ചെക്ക് ചെയ്യാം. കാരണം റിമൂവ് ചെക്ക് ചെയ്യാന്ന് പറയാനുള്ള ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാം ജമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് കണ്ടീഷൻ ഉള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്ന സെക്ഷനാണത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം IC നമുക്ക് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് IC റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു IC എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ബേസ് ബാൻഡ് ചെയ്തിട്ടുണ്ട്, ട്രാൻസീവർ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പവർ ICയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ട്രാക്കിൽ പോയിട്ട് കുറേ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടാണ്. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് IC റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് IC റിമൂവ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ നോക്കാം.
ഐസിൻ്റെ ഉള്ളിൽ കുറേ ട്രാക്കും കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് പൂട്ടാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ചെയ്തൊരു സെറ്റാണെങ്കിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നുള്ളത് ബോർഡ് സ്വാപ്പിംഗ് ആണ്. കസ്റ്റമർക്ക് ബഡ്ജറ്റ്, അതാണ് പ്രശ്നം. സോറി. ഈ ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് ഉള്ളതെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്തിട്ട് കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ കുറേ കാര്യങ്ങൾ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കാണ്ട് ചെയ്യും, പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് റിട്ടേൺ കൊടുക്കും. ചിലപ്പോൾ വേറെ ഷോപ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെന്ത് ചെയ്യും, ചെയ്യുമായിരിക്കും. പക്ഷെ നമുക്കിത് കൺഫേം ചെയ്തിട്ട് ഇനി പറ്റത്തില്ല എന്നുള്ള കണ്ടീഷനിലോട്ട് നമുക്ക് കറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒന്ന് കുറേ പ്രിൻറ്റ് മിസ്സിങ് ഉണ്ട് ഓൾറെഡി, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ പാഡ് ക്ലീൻ ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രിൻറ്റ് മിസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻറ്റ് ആവശ്യമുള്ളതാണോ അല്ലേ എന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യണം. അപ്പോൾ ആവശ്യമില്ലാത്ത പ്രിൻ്റ് ആണെങ്കിൽ പ്രശ്നമില്ല, ഒന്നും കൂടി റീബോർഡ് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐ സിയിൽ കണ്ടീഷൻ എന്താ നോക്കിയിട്ട് നമുക്ക് ഐ സിൻ്റെ കണ്ടീഷനും കൂടി നോക്കാം. ഐ സി കാണുമ്പോൾ നീറ്റാണ്, പക്ഷേ ഐ സി പൊക്കിയതിൻ്റെ അതിൽ ചിലപ്പോൾ സൈഡ് ചെറിയൊരു സ്ക്രാച്ചിൻ്റെ പ്രശ്നമില്ല. ഓക്കെ, ഐ സി കാണാനൊക്കെ നീറ്റ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് ഈ പാഡ് ഓൺ ബൈ ഓൺ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യാം. സോറി, സ്റ്റിമാറ്റിക് അല്ല, ബിറ്റ് മാപ്പ് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത്. ബിറ്റ് മാപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതുപോലെ 90% പ്രിൻറ്റും ഡമ്മിയാണ്. ഓക്കെ, ഡമ്മി കണക്ഷനാണ്, എന്നാലും നമുക്ക് ഓൺ ബൈ ഓൺ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആവശ്യമുള്ളതുണ്ടെങ്കിൽ. ഇത് മെയിൻ ആവശ്യമുള്ള കണക്ഷനാണ് കേട്ടോ, മെയിൻ കണക്ഷനാണ് ഈ പറയുന്ന കണക്ഷന്. നമുക്ക് സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കാണാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് മെയിനായിട്ട് കൊടുത്തിട്ടുള്ള 6 കണക്ഷൻ. അതിൽ ഒന്ന് ക്ലോക്ക്, റഫറൻസ് ക്ലോക്ക്, പോസിറ്റീവ്, അതേപോലെ നെഗറ്റീവ്. ഈ കണക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ട്രാക്ക് മിസ്സിങ് ആണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ ക്ലോക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതായിരിക്കണം കാരണം. പിന്നെ അതേപോലെ തന്നെ പ്രോട്ടോകോൾ, ഈ PCI പ്രോട്ടോകോൾ, RX ആൻഡ് TX സെക്ഷൻ ഉണ്ട്. അതും ഈ സെക്ഷൻ വർക്ക് ചെയ്യാനുള്ള മെയിൻ സെക്ഷൻ തന്നെയാണ്. പിന്നെ TX, അതേപോലെ തന്നെ TX പോസിറ്റീവ് നെഗറ്റീവ്, RX പോസിറ്റീവ് നെഗറ്റീവ് മെയിൻ കണക്ഷനാണ്, പ്രോട്ടോകോൾ സെക്ഷനാണ്. അപ്പോൾ ആ സെക്ഷനിലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം കാണുന്നുള്ളത്. ബാക്കിയുള്ള സെക്ഷനൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള പ്രിൻ്റ് ഏകദേശം ഡമ്മി കണക്ഷനാണ്. ഇവിടെ എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ഡമ്മി ആണെങ്കിൽ.
ഇതേത് കണക്ഷനാണ്? ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൾട്ടിമീറ്റർ ഉപയോഗിക്കുകയാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ ബാക്കിയുള്ള ചെക്കിങ്ങിനൊക്കെ നമ്മൾ ഒസിലോസ്കോപ്പ് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഒസിലോസ്കോപ്പിനകത്ത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നു. ഓക്കെ, അവിടെ റാക്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെറ്റാണ്. ബാക്കിയുള്ള ഏകദേശം ഭാഗമെല്ലാം ഓക്കെയാണ്. പ്രിൻ്റ് പോയതൊക്കെ ഡമ്മി കണക്ഷനാണ്. ഡമ്മി പക്ഷെ ഇവിടെ പോയ ഡമ്മിയാണ്. ഏകദേശം എല്ലായിടത്തും പോയിട്ടുള്ള ഡമ്മിയാണ്. ഈ സൈഡ് പോയ രണ്ടെണ്ണം ഡമ്മിയാണ്, ഇവിടെ പോയ ഡമ്മിയാണ്, സെൻറ്ററിൽ പോയ ഡമ്മിയാണ്. എല്ലാ കണക്ഷനും ഏകദേശം ഡമ്മിയാണ്. അങ്ങനെ ഡമ്മീനെ അറിഞ്ഞിട്ട് തള്ളിക്കളയാനും പറ്റത്തില്ല. ചിലപ്പോൾ ഗ്രൗണ്ടാണ് പോയതെങ്കിൽ സെപ്പറേറ്റ് ഗ്രൗണ്ട് വരും. അങ്ങനെയുള്ള ഗ്രൗണ്ടാണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിർബന്ധമായിട്ട് വെച്ചേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് പോയാൽ 3 ഗ്രൗണ്ട്, അതങ്ങനെ പോയാൽ പിന്നെ ഇങ്ങനെ ലൈൻ ഇങ്ങനെ ഗ്രൗണ്ട് ഡമ്മി കണക്ഷൻ ഇങ്ങനെ നേർന്ന് നിൽക്കുകയാണ്. ഓക്കെ, കമ്പനിക്ക് ആവശ്യമുള്ള സാധനം മാത്രം കൊടുത്താൽ പോരെ, വെറുതെ ഇനി ഡമ്മി കണക്ഷൻ കൊടുക്കുന്നത് നമ്മളെ ചുറ്റിക്കാൻ. 1 2 3 3 നേരെ 2 1 2 3 1 2 3 3 2. ഓക്കെ, കണക്ഷൻ ESPSS. ഓക്കെ, ഇനി നമുക്കൊന്ന് GRIK ചെയ്ത് നോക്കാം. GRIK എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഈ കട്ടായിട്ടുള്ള ഭാഗത്ത് അറിഞ്ഞില്ല, അപ്പോൾ അവിടെ നമുക്കൊന്ന് GRIK ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ GR അടക്കം കാണിക്കുന്നത് ആദ്യത്തെ GR നമ്മളോട് ചെക്ക് ചെയ്യാൻ പോവാണ്. കട്ടായ പോയിന്റിലുള്ള GR ആണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ ആവശ്യമുണ്ട്. ഒസിലോസ്കോപ്പ് മാത്രം പോരാ, മൾട്ടിമീറ്ററിനും കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയോഡ് മോഡിലിടാം. പക്ഷേ GRIK ചെയ്ത് നോക്കാം. അത് ഓക്കെ, അത് നേരെ താഴെയുള്ള ലൈനിൽ അത് ഓക്കെ. ഫസ്റ്റത്തത് ഓയിൽ, അത് ഓയിൽ വന്നാൽ പ്രശ്നമാണ്. കാരണം ഓയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. ഇതെന്തുകൊണ്ട് ഇവിടെ ഓയിൽ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് ട്രാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ CPU-ൻ്റെ അടുത്ത് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ CPU സെക്ഷൻ ഇത് എഴുതിയിട്ടില്ല. ഇവിടെ പോയി ചെക്ക് ചെയ്യണം. കാരണം CPU-ൻ്റെ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ, CPU-ന് വരുന്നുള്ള പ്രോട്ടോക്കോളാണ്, ഈ സെക്ഷൻ ഓക്കെ ആണെങ്കിൽ ഇവിടെ ഈ സൈഡ് നമ്മൾ ചെക്ക് ചെയ്യണം, GR. അപ്പോൾ നമുക്കിവിടെ GR കാണിക്കും. നമുക്ക് ബേസ്മെൻ്റ് IC വെച്ചതിന് ശേഷം ഈ സൈഡും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലുള്ള GR നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കണക്ഷൻ വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള സെക്ഷനൊക്കെ ഓക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ക്ലോക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുള്ള ട്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആ ട്രാക്കാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രിൻ്റ് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കാണുമ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷേ GR വാല്യൂ നഷ്ടപ്പെട്ടതാണെങ്കിൽ ട്രാക്ക് ഓപ്പൺ ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ലൈന് ഒന്ന് നമ്മൾ കണ്ടിന്യൂറ്റി ലെവലിൽ ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമതെന്ന് പറയുന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡ് വാല്യൂയിലോട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആദ്യം പോയിൻ്റ് ചെയ്തെന്നുള്ളത് കണ്ടുപിടിക്കാം.
ഇവിടെയാണ് ആ പോയിന്റ് വരുന്നുള്ളത്. F5 dB to BB ക്ലോക്ക്. ഇതിൽ ഈ കണക്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. ഇവിടെ GR വാല്യൂ എന്നൊരു സംതിങ് കാണിക്കണം. അപ്പോൾ അത് കൺഫേം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 2 3 4 4 1 2 3 ഓക്കെ, നാലാമത്തത്. മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലിടാം. 1 2 3 4 4 നാലാമത്തത്. 1 2 3 4 4 1 2 3 അതിൻ്റെ വാല്യൂ കറക്റ്റാണ്. 732 കാണിക്കുന്നുള്ളത്. നമ്മളെ സൺഷൈൻ്റെ മൾട്ടിമീറ്റർ കാണിക്കുന്നുള്ളത് 765. ഓക്കെ ഓക്കെ, ബ്രേക്ക് ഓക്കെയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നുള്ളത് ക്ലോക്ക് എനേബിൾ ആയുള്ള ലൈന് ലഭിക്കൂ. സ്പെയർ ക്ലോക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ചെക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രിൻ്റ് മിസ്സിങ് ആണ്. ഇത് കാണാം, ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റിൽ പ്രിൻ്റ് മിസ്സിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിമാറ്റിക് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രിൻ്റാണ് ഇവിടെ മിസ്സിങ് വന്നിട്ടുള്ളത്. ഇത് വരുന്നുള്ളത് ട്രാൻസീവറിലെ കോർ വോൾട്ടേജ് 1.0 വോൾട്ടേജാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുന്നുള്ളത് ഒരു ബ്ലോക്കാണ്. പക്ഷെ ബ്ലോക്ക് സെയിം ബ്ലോക്കല്ല, VDD VIO PCI എന്ന് പറയുന്നുള്ള പ്രോട്ടോക്കോളാണ്. സോറി, ആ സെക്ഷനിലോട്ടാണ് പോകുന്നുള്ളത്. മറ്റേത് VDD PCI എന്ന് പറയുന്നുള്ളതാണ്. ഇതിൻ്റെ താഴെ LDO എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലൈനാണ് മിസ്സിങ് വന്നിട്ടുള്ളത്. ഈ ഒരു ലൈൻ AG6 എന്ന് പറയുന്നുള്ള ലൈനാണ് മിസ്സിങ് ഉള്ളത്. അപ്പോൾ നമ്മളത് കൺഫേം ചെയ്യണം. എങ്ങനെ കൺഫേം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ICയിൽ ഈ പ്രിൻ്റ് സെയിം ആണോ അല്ലേ എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ബോർഡിൽ ഇത് കാണുമ്പോൾ സെയിം ആണ്, ICയിൽ അതാണോ അല്ലാണ് കൺഫേം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബോർഡ് മിറർ ഓപ്ഷനിലിടാം. മിറർ ഓപ്ഷനിലിട്ടതിന് ശേഷം IC നമ്മൾ അതേപോലെ തിരിച്ച് വെക്കുക. ഈ 2 പോയിൻ്റാണ് വരുന്നുള്ളത്, 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇനി IC എടുക്കുക. അതേപോലെ IC നേരെ തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെയാണ് ആ കണക്ഷൻ വരുന്നുള്ളത്. 1 2 3 4 ആണ് ആ കണക്ഷൻ കാണിക്കുന്നുള്ളത്. അപ്പോൾ അതൊന്ന് നമ്മൾ കൺഫേം ചെയ്യലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ ബീപ്പ് മോഡുൽ ഇടാം. ഇട്ടതിന് ശേഷം ഒന്ന് കൺഫേം ചെയ്യാം. അങ്ങനെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രിൻ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരേ പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ആ പ്രിൻ്റ് ഇട്ട് കൊടുക്കണം. 1 2 3 അത് സെപ്പറേറ്റ് പ്രിൻ്റാണ്. നിർബന്ധമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രിൻ്റ് ഇടാം. പ്രിൻ്റ് ഇടുന്ന ഞാൻ സ്കിപ്പ് ചെയ്യാണ്, ടൈം കൂടുതൽ പോകുന്നുള്ളതുകൊണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ജമ്പർ ഇട്ട് ഇനി മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IC ഒന്ന് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇപ്പോൾ ICയിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ ഈ സെക്ഷൻ വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ബോർഡ് വാല്യൂ ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഫുള്ളായിട്ട് ബോർഡ് വാല്യൂ ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കിയിട്ട് ട്രാക്ക് ഓപ്പൺ ആണോ അല്ലേ എന്നൊക്കെ നമ്മൾ കൺഫേം ചെയ്തു. ഷോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. നേരെ നമ്മൾ അടുത്ത ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ IC കാണാം. ഞാൻ IC ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. IC വെച്ചതിന് ശേഷം ICൻ്റെ പാഡ് മീൻസ് ഓരോ ലൈനും നമ്മൾ ഫാസ്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ചെയ്തൊരു സെറ്റ് ആയതുകൊണ്ട്
അപ്പോൾ അത്യാവശ്യം ചെയ്യാൻ അറിയുന്ന ഷോപ്പിൽ നിന്ന് ചെയ്തൊരു സെറ്റ് ആയിരിക്കണം. കാരണം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നീറ്റ്നെസ് കാണാം. അതേപോലെ തന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പോയതൊക്കെ കറക്റ്റായിട്ട് പ്രിൻറ്റ് ജമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പ്രോപ്പർ തന്നെയാണ്. ഇവിടെ ചെക്ക് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ IC ഡാമേജ് ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് എനേബിൾ ആവാത്തൊരു ലൈനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് എനേബിൾ ആകുന്നില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ IC ഡാമേജ് ഉണ്ടെങ്കിൽ ക്ലോക്ക് എനേബിൾ ആവില്ല. പിന്നെ നമ്മളിത് റിപ്പീറ്റ് റിബോൾ ചെയ്തിട്ട് വീണ്ടും റിമൂവ് ചെയ്തിട്ടിട്ടൊന്നും കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഈ IC ക്ലോക്ക് എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ പവർ ICൻ്റെ അകത്തുനിന്ന് ക്ലോക്ക് ജനറേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഒരു ക്ലോക്ക് ഓൾറെഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, 32K ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 38 മെഗാഹെർട്സ് എന്ന് പറയുന്നുള്ളത് ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്തത്, ആദ്യം ചെക്ക് ചെയ്തൊരു ഭാഗത്ത് എന്ന് പറയുന്നുള്ളത് ക്ലോക്ക് വരുന്നുണ്ടോ ഇല്ലേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ക്ലോക്ക് വരാതെ കണ്ടീഷൻ കൊണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് എനേബിൾ ആകുന്നുണ്ടോ ഇല്ലേനും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ക്ലോക്ക് എനേബിൾ ആവാത്തത് കൊണ്ടാണ് നമ്മൾ IC റിമൂവ് ചെയ്തത്. IC റിമൂവ് ചെയ്തിട്ട് പാഡ് ആക്കി നമ്മൾ ഒരു പാഡ് മിസ്സിങ് ഉണ്ട്, ഓൾറെഡി നമ്മൾ ജമ്പർ ചെയ്ത്. നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് ജമ്പർ ചെയ്യാൻ സിമ്പിളാണ്. അവിടെ തന്നെ പ്രിൻ്റ് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ തൊട്ടടുത്തിൻ്റെ കണക്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജമ്പർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ചെയ്ത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ICൻ്റെ ബോർഡ് വാല്യൂ ഞാൻ കാണാം, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ബോർഡ് വാല്യൂ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇതിൻ്റെ വാല്യൂ എങ്ങനെ നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഔട്ട് എവിടെയാണോ പോകുന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കിട്ടും. ICൻ്റെ വാല്യൂ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി IC ഓൺ ബോർഡ് തന്നെ ചെക്ക് ചെയ്യണോ ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാഡ് ചെക്ക് ചെയ്തിട്ട് ഇതെവിടെയാണോ പോകുന്നുള്ളത് അതിൻ്റെ പാഡ് വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബീപ്പ് മോഡിൽ ഇട്ടിട്ട് ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്യുക. ബീപ്പ് മോഡിൽ ഇട്ട് ചെക്ക് ചെയ്തതിന് ശേഷം എന്താ പറയുക, ഡയോഡ് മോഡിൽ ഇട്ടിട്ട് അത് കൺഫേം ചെയ്യുക. ഡയോഡ് മോഡ് ഷോർട്ട് എന്ന് പറയുമ്പോൾ 0.00 ആ റേഞ്ചിലോട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ വാല്യൂ നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ബീപ്പ് മോഡിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യുന്നുള്ളത്, അത് നമ്മളൊരു ഗ്രൗണ്ട് വെക്കുക. ഗ്രൗണ്ട് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ പ്രിൻ്റ്. ഓക്കെ, മൂന്നാമത്തെ പ്രിൻ്റ് ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫാസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. കാണാം ബീപ്പ് മോഡിലായിട്ട് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്ഷനാണ്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്ഷനാണ്. ഒന്ന് ഗ്രൗണ്ട് ഒക്കെ അപ്പോൾ ഇതിൽ ഗ്രൗണ്ടാണെങ്കിൽ ബീപ്പ് അടിക്കും കേട്ടോ. ഗ്രൗണ്ട് ബീപ്പ് അടിക്കും. ബാക്കിയുള്ള ലൈന് ബീപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്താൽ മതി. ഇതിൻ്റെ താഴെയുള്ള ലൈന് ബീപ്പ് അടിക്കുന്നുണ്ടോ? ഉണ്ടുണ്ടോ? 0.95 SMBS SRAM വോൾട്ടേജ്. ഇതിൻ്റെ ഔട്ട് ആക്കിയത് കഴിഞ്ഞാൽ ഇതിൻ്റെ GR വാല്യൂ കിട്ടും. GR വാല്യൂ 351. ജസ്റ്റ് കൺഫേം ചെയ്യുക. ജസ്റ്റ് 347. ഓക്കെ, ഇവിടെ ഒരു ലൈന് ഷോർട്ടാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ലൈന് ഷോർട്ടാണ്. ഒരു മിനിറ്റ്. ഇവിടെ ഇത് ഓൾറെഡി ഗ്രൗണ്ടാണ്, പക്ഷേ ഈ ലൈന് ഷോർട്ടാണ്. ഓക്കെ,
ഒന്ന് കൺഫേം ചെയ്യാം നമുക്ക്. രണ്ടാമത്തെ ഗ്രൗണ്ട് ഇത് ഓൾറെഡി ഗ്രൗണ്ടാണ്. പക്ഷെ ഇവിടെ ഇതും ഗ്രൗണ്ടാണ്, ഇതും ഗ്രൗണ്ടാണ്, ഇതും ഗ്രൗണ്ടാണ്. മൂന്നാമത്തെ ഭാഗത്ത് ഗ്രൗണ്ട് ആയിട്ടില്ല, പക്ഷെ 2 സെക്ഷനും ഗ്രൗണ്ട് ഓൾറെഡി ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് 2 ഗ്രൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഡയോഡ് മോഡിൽ ഇട്ടിട്ടൊന്ന് കൺഫേം ചെയ്യാം വാല്യൂ എത്ര കാണിക്കുന്നതിനുള്ളത്. .006 ആണ്, ഫുൾ ഷോട്ടാണ്. അപ്പോൾ ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള സെക്ഷനും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് താഴോട്ടുനിന്ന് മേലോട്ട് ഗ്രൗണ്ട് വരുന്നുള്ളത്, രണ്ടാമത്തെ ലൈന്. ഓക്കെ, അതൊക്കെ നോർമലാണ്. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അത് നോർമലാണ്, ഇതൊക്കെ നോർമലാണ്. പക്ഷെ ഈ ഒറ്റ 2 ലൈന് ഷോർട്ടാണ്. ഈ കാണുന്നുള്ള 2 ലൈന് ഷോർട്ടാണ്. 2 പറഞ്ഞാൽ A5 AE4 എന്ന് പറയുന്നുള്ള 2 ലൈന് ഷോർട്ടായിട്ടാണ് ഉള്ളത്. ഇൻറ്റേർണൽ ഷോർട്ടാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഷോർട്ട് ആയതുകൊണ്ട് ഇത് നമ്മളിനി എത്ര ചെയ്ത് കഴിഞ്ഞാലും ഈ സാധനം എന്ത് ചെയ്യില്ല, റെഡി ആവില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം. ഈ സാധനം നമുക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറോട് പറയാം 100% ഇതെന്തായാലും ബേസ് ബാൻഡ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ബേസ് ബാൻഡ് മാറ്റാൻ പറ്റാത്ത സാധനമാണ്. ഈ സാധനം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്തായാലും ഒന്നല്ലെങ്കിൽ ഈറ്റ് കൊണ്ടിട്ട് ഡാമേജ് ആയതാവാം റിമൂവ് ചെയ്യുന്ന സമയത്ത്. അതല്ലാന്നുണ്ടെങ്കിൽ വോൾട്ടേജ് വേരിയേഷനിൽ ഡാമേജ് ആയതാവാം. അപ്പോൾ ഇത് മാറാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല, നിലവിൽ ഇതുവരെ അപ്ഡേറ്റ് ഇല്ല. ഈ സാധനം മാറാം, ബേസ് ബാൻഡ് BBCP നമുക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൺഫേം ചെയ്ത് എന്തുകൊണ്ടാണ് ബേസ് ബാൻഡ് വരാത്തതിനുള്ളത് നമ്മൾ കൺഫേം ചെയ്ത്. അപ്പോൾ ഇതിനി റെഡി ആക്കിയിട്ട് കാര്യമില്ല, കാരണം ഇതിൻ്റെ ബാക്കിൽ നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഓൾറെഡി നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറാണ് എടുത്തത്. ഓക്കെ, 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു അരമണിക്കൂർ, ഈ ഒരു പാർട്ടിൻ്റെ അകത്ത് ഒരു അരമണിക്കൂർ, 2 ശരിക്കും നമ്മൾ 1 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത്. പക്ഷെ നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റി. കംപ്ലൈൻറ്റ് എന്തിനുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത്. അപ്പോൾ ക്ലോക്ക് എനേബിൾ ചെയ്യാനുള്ള കാരണം ഈ 2 ലൈന് ഷോർട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിൽ വേറെ ലൈൻ ഉണ്ട്, അതിലൊന്നും ഷോർട്ടൊന്നുമില്ല. ആ ഒരു ഭാഗത്തിൽ മാത്രമേ ഷോർട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത് റെഡിയാക്കുന്നില്ല, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കാണ്. ജസ്റ്റ് റീബോൾ ചെയ്തിടണം. ഇതേപോലെ തന്നെ കൊടുക്കാൻ പാടില്ല. ആൾ തന്ന കണ്ടീഷനിൽ നമ്മളിത് റീബോൾ ചെയ്ത് ഇട്ടിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപകാരം, നമുക്ക് കൺഫർമേഷൻ കിട്ടും. എന്തുകൊണ്ട്, അപ്പോൾ മൾട്ടിമീറ്ററിലാണ് ചെക്ക് ചെയ്തതെങ്കിലും സിഗ്നൽ വരാത്ത കേസിലാണ് നമ്മൾ ശരിക്കും ഈ ഒരു ട്രാക്ക് IIC റിമൂവ് ചെയ്യാനുള്ള കാരണം. റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് എന്തിനുള്ളത് മനസ്സിലായി. ഇത് ശരിയാക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും